ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിനു മുമ്പത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക. കാരണം അവസാനം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. 1993 റിലീസായ ദ ക്രഷ് എന്നതാണ് ആദ്യത്തെ പടം. അലിക്ക സിൽവർസ്റ്റോൺ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നല്ലൊരു അടിപൊളി ചരക്കാണ് ആഡ്രിയൻ ഫോറസ്റ്റർ എന്ന അലിക്ക സിൽവർസ്റ്റോൺ. അവളുടെ വീട്ടിലോട്ട് വാടകയ്ക്ക് കഥാനായകൻ താമസത്തിനായി വരുന്നു. അവനെ കണ്ടതും നായികയ്ക്ക് അവനോട് ഇഷ്ടം തോന്നുന്നു. അങ്ങനെ അവൾ അവനെ വളയ്ക്കുവാൻ ശ്രമിക്കുന്നു. കഥാനായകന് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം കുറച്ച് കൂടുതൽ വർക്ക് അവനോട് ചെയ്യാൻ അവിടുത്തെ ബോസ് പറയുന്നു. അവൻ ആ വർക്കുമായി വീട്ടിലിരിക്കുമ്പോൾ കഥാനായിക അവനോട് സംസാരിച്ച് മൂഡ് പിടിപ്പിക്കാൻ വരുന്നു. പക്ഷേ അവൻ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. പിറ്റേ ദിവസം അവൻ ആ വർക്ക് ബോസിന് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ കാണുന്നു. ബോസ് അവൻ്റെ വർക്ക് കണ്ട് അവനെ അഭിനന്ദിക്കുന്നു. അവൻ്റെ വർക്ക് ആരാണ് ചെയ്തതെന്ന് അവന് മനസ്സിലായില്ല. പിന്നീട് കഥാനായികയെ അവൻ ഒരു പാർട്ടിയിൽ വെച്ച് കാണുന്നു. അവിടെ വെച്ച് അവൾ അവനോട് തൻ്റെ വർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവന് മനസ്സിലാകുന്നു ആരാണ് ഈ വർക്ക് ചെയ്തതെന്ന്. പിന്നീട് അവർ തമ്മിൽ കൂട്ടാകുന്നു. ആ പാർട്ടിയിൽ വെച്ച് അവർ മതിമറന്ന് കിസ്സടിക്കുന്നു. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് കഥാനായകൻ നായിക അറിയാതെ അവളുടെ ഡ്രസ്സ് മാറുന്നത് കാണുന്നതാണ്. അവളാണേൽ അവന് കാണുവാൻ പാകത്തിന് വിധം നിന്നു കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ അറിയാതെ തന്നെ പരസ്പരം ദാഹങ്ങൾ കൈമാറുന്നു. ഈ സിനിമ മുഴുവൻ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. ഇതിനിടയിൽ കഥാനായകൻ വേറൊരു ഓഫീസിലുള്ള കിടുപീസുമായി സെറ്റാകുന്നുണ്ട്. അവർ തമ്മിൽ പരിപാടികൾ നടത്തുന്നു. ഇതെല്ലാം കഥാനായിക കാണുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ സംഘടനമാണ് അവസാന സിനിമയുടെ ക്ലൈമാക്സ്. അലിക്ക സിൽവർസ്റ്റോണിൻ്റെ ആകാര ഭംഗിയും സൗന്ദര്യവും ഈ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി കാട്ടുന്നുണ്ട്. 2013 പുറത്തിറങ്ങിയ നിംഫോമാനിയാക് 1 ആണ് അടുത്ത പടം. കളിയുടെ കാര്യത്തിൽ ഈ പടത്തെ വെല്ലാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. അമ്മാതിരി ഒരു കളിപ്പടമാണിത്. ചാർലോട്ട് ഗെയിൻസ്ബർഗ് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നല്ല അടിപൊളി ചരക്കാണ് ജോയ് എന്ന ചാർലോട്ട് ഗെയിൻസ്ബർഗ്. അവൾ ഒരു നിംഫോമാനിയാക്കാണ്. അതായത് ഒരാളിൽ മാത്രം സംതൃപ്തി കിട്ടാതെ പലരുമായി അവൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു. അങ്ങനെ അവൾ അവളുടെ 15ാമത്തെ വയസ്സ് തൊട്ട് ഓരോരുത്തരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നു. അതവളുടെ ജീവിതം തന്നെ മറിക്കുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ പുതിയ തീരങ്ങൾ തേടിപ്പോകുന്നു. പ്രായം കുറഞ്ഞവർ തൊട്ട് പ്രായം കൂടിയവർ വരെയായി അവളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു. അതിനിടയിൽ അവൾക്ക് പ്രണയമുണ്ടാകുന്നു. പക്ഷേ അവൾക്ക് ഒരാളുമായി മാത്രം പറ്റില്ലായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇതൊരു അടിപൊളി കളിപ്പടമാണെന്ന്. ഇത് കാണുന്ന മിക്കവരുടെയും ഫേവറേറ്റ് കളക്ഷനോട്ട് പോകുന്ന ഒരു പടമാണിത്. അതുകൊണ്ട് തന്നെ ഈ പടം തീർച്ചയായും കാണുക. 2011 പുറത്തിറങ്ങിയ ഷെയ്മാണ് 3ാമത്തെ പടം. മൈക്കിൾ ഫാസ്ബെൻഡർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ബ്രാൻഡൺ എന്ന മൈക്കിൾ ഫാസ്ബെൻഡർ ഒരു സെക്സ് അഡിക്റ്റ് ആയിരുന്നു. അവൻ ഒരു ദിവസം പോലും സെക്സ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. ദിവസവും സെക്സ് അല്ലെങ്കിൽ കൈപ്പണി അവന് വേണമായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ബ്രാൻഡനെയാണ് കാണിക്കുന്നത്. അവൻ അടുത്തുള്ള ഒരു അടിപൊളി ചരക്കിനെ വളയ്ക്കുവാൻ ശ്രമിക്കുന്നു. സുന്ദരനായിരുന്നു ബ്രാൻഡൻ. അവൻ്റെ മുന്നിൽ ആരായാലും വീണു പോകുമായിരുന്നു. പക്ഷേ ആ ചരക്ക് അവനെ കുതിപ്പിച്ചിട്ട് കടന്നു കളയുന്നു. അത് ബ്രാൻഡനെ വളരെയധികം സങ്കടപ്പെടുത്തുന്നു. ആ സങ്കടം അവൻ വീട്ടിൽ പോയി തൻ്റെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കളക്ഷനോട് തീർക്കുന്നു. സമൂഹത്തിൽ വലിയ മാന്യനും നല്ല നിലവാരവുമുള്ള ജോലി ചെയ്യുന്ന ആളായിരുന്നു ബ്രാൻഡൻ. അവൻ്റെ ഈ സ്വഭാവത്തിനെ പറ്റി ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഇതെല്ലാം അവൻ്റെ സ്വകാര്യതയിൽ ഒതുങ്ങി നിന്നിരുന്നു. ആ സമയത്താണ് അവൻ്റെ അനുജത്തി അവൻ്റെ സ്വകാര്യ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. അവളുടെ വരവ് ശരിക്കും അവൻ്റെ ജീവിതം തകിടം മറിച്ചു. അവന് ആകപ്പാടുണ്ടായിരുന്ന ബന്ധു അവൻ്റെ അനുജത്തിയായിരുന്നു. രാത്രി അവൾ അവൻ്റെ കൂടെ കിടക്കുവാൻ വരുന്നു.
അവളുടെ വരവ് അവൻ്റെ ഉള്ളിലെ മൃഗത്തെ ഉണർത്തുമെന്ന് അവൻ ഭയപ്പെട്ടിരുന്നു. ഒരിക്കൽ അവൻ്റെ അനിയത്തി അവൻ മുറിയിൽ കൈപ്പണി നടത്തുന്നത് കണ്ടുപിടിക്കുന്നു. മാത്രമല്ല അവൻ്റെ കമ്പ്യൂട്ടറിൽ അവൻ ശേഖരിച്ച് വെച്ചിരുന്ന കമനീയ ശേഖരവും കണ്ടെത്തുന്നു. ബ്രാൻഡൻ്റെ അടിപൊളി കളികൾ നിറഞ്ഞതാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഏവർക്കും തന്നെ ഈ സിനിമ ഇഷ്ടമാകും. കളിപ്പടങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് അവരുടെ ഫേവറേറ്റ് കളക്ഷനോട്ട് പോകുന്ന ഒരു പടം തന്നെയാണിത്. 1999 റിലീസായ ഐസ് വൈഡ് ഷട്ട് ആണ് 4ാമത്തെ പടം. നിക്കോള കിഡ്മാൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നിക്കോള കിഡ്മാനെ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാമല്ലോ. സൗന്ദര്യം കൊണ്ടും ശാരീരിക അഴകും കൊണ്ടും നിക്കോള കിഡ്മാൻ്റെ തട്ട് താണു തന്നെയാണ് ഇരിക്കുന്നത്. ആലീസ് എന്നൊരു കഥാപാത്രത്തെയാണ് നിക്കോള കിഡ്മാൻ അവതരിപ്പിക്കുന്നത്. വളരെയധികം സുന്ദരിയാണ് ആലീസ്. അവളുടെ ഭർത്താവായ ഡോക്ടർ വില്യം ഹാർവേഡിന് അവളോട് വലിയ താല്പര്യമില്ലായിരുന്നു. ടോം ക്രൂസാണ് വില്യം ഹാർവേഡ് എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം നിക്കോള കിഡ്മാനായ ആലീസ് തൻ്റെ ഭർത്താവായ വില്യം ഹാർവേഡിനോട് പറയുന്നു തനിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന്. അത് അവനെ വളരെയധികം തളർത്തുന്നു. ഇതിനിടയിൽ ആലീസിൻ്റെ ശാരീരിക അഴക് സിനിമയിൽ മുഴുവൻ കാണിക്കുന്നു. ഒതുങ്ങിയ ശരീരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വളരെയധികം സുന്ദരിയാണ് ആലീസ്. അങ്ങനെ വില്യം ഹാർവേഡ് തൻ്റെ സങ്കടം മാറ്റാൻ വെടിശാലയിൽ പോകുന്നു. അവിടെ വെച്ച് അവനൊരു പെണ്ണിനെ കാണുന്നു. അവൾ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ തൻ്റെ ഭാര്യയായ ആലീസ് ആണ് എന്ന് വില്യം ഹാർവേഡിന് സംശയം ജനിക്കുന്നു. ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. ടോം ക്രൂസിൻ്റെ പലതരം കളികൾ നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണുവാൻ സാധിക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിക്കോള കിഡ്മാനാണ് ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ്. നല്ല തുണ്ടുപടം തപ്പി നടക്കുന്നവർക്ക് തൻ്റെ പേഴ്സണൽ കളക്ഷനിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയ പടമാണ് ഇത്. അടുത്തതായി പറയാൻ പോകുന്നത് നമ്മുടെ 5ാമത്തതും അവസാനത്തെ പടവുമാണ്. ഇതൊരു കിടുപ്പടമാണ്, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത പടം. 1975 പുറത്തിറങ്ങിയ ദ സ്റ്റോറി ഓഫ് ഓ ആണിത്. ഫാൻറ്റസി എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഈ പടം നിങ്ങൾക്ക് നൽകുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കളികളാണ് ഈ പടം പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും സിനിമ മിസ് ചെയ്യരുത്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് കോരി ക്ലേറിയാണ്. അടിപൊളി ചരക്ക് നടിയാണ് കോരി ക്ലേറി. അവളുടെ പൂർണ്ണ നഗ്ന പ്രദർശനം തന്നെയുണ്ട് ഈ സിനിമയിൽ. അവളുടെ മാത്രമല്ല പലരുടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഓ എന്ന കഥാപാത്രത്തിനെയാണ് കോരി ക്ലേറി അവതരിപ്പിക്കുന്നത്. അവളുടെ കാമുകൻ വലിയൊരു ബംഗ്ലാവിൽ കൊണ്ടാക്കുന്നു. എന്നിട്ട് അവളെ അവിടെ നിർത്തിയിട്ട് അവൻ പോകുന്നു. അവൾ അവിടെ പലരെയും പരിചയപ്പെടുന്നു. അങ്ങനെ അവൾ പലതരം കളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അവിടെ ഓവനെ പോലുള്ള പലതരം പെൺകുട്ടികളുണ്ടായിരുന്നു. അവൾ അവരെല്ലാവരുമായി ബന്ധപ്പെടുന്നു. പലതരം ലൈംഗിക വിക്രിയകൾ അടങ്ങിയ ഒരു പടമാണിത്. കളിയാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. വേറെ ഒന്നും തന്നെ ഇല്ല ഇതിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.